പാകിസ്ഥാന്റെയും ചൈനയുടെയും ഉറക്കം കെടുത്തിക്കൊണ്ട് ലോക ഭൂപടം തിരുത്തി എഴുതപ്പെട്ടിരിക്കുകയാണ്. പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ നെഞ്ചിൽ മുള്ളായി തറഞ്ഞു നിന്ന POKയും അക്സായ് ചിഹ്നും ഇന്ന് ലോകരാജ്യങ്ങൾ ഔദ്യോഗികമായി ഭാരതത്തിന്റെ ഭാഗമായി അംഗീകരിച്ചിരിക്കുന്നു. വെറും വാക്കുകളല്ല, ലോകശക്തിയായ അമേരിക്കയുടെ ഔദ്യോഗിക ഭൂപടത്തിലാണ് ഈ മാറ്റം വന്നിരിക്കുന്നത്. ഷഹബാസ് ഷെരീഫും അസീം മുനീറും ട്രംപിനെ പ്രീണിപ്പിക്കാൻ പിന്നാലെ നടന്നിട്ടും വൈറ്റ് ഹൗസ് നൽകിയ മറുപടി പാകിസ്ഥാന്റെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. ലോകം ഇന്ന് ഇന്ത്യക്ക് മുന്നിൽ തലകുനിക്കുന്നത് എന്തുകൊണ്ട്? പാകിസ്ഥാനും ചൈനയ്ക്കുമേറ്റ ഈ ഇരട്ട പ്രഹരത്തിന്റെ പിന്നിലെ മാസ്റ്റർ പ്ലാൻ എന്താണ്? ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് ഇന്ത്യയുടെ ചരിത്രപരമായ ആ നയതന്ത്ര വിജയത്തെക്കുറിച്ചാണ്. പതിറ്റാണ്ടുകളായി അമേരിക്കൻ ഭൂപടങ്ങളിൽ ജമ്മു കശ്മീരിനെ ഒരു തർക്ക പ്രദേശം എന്ന നിലയിലായിരുന്നു അടയാളപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഇന്ന് ചിത്രം മാറി. ട്രംപ് ഭരണകൂടം പുറത്തിറക്കിയ ഏറ്റവും പുതിയ വ്യാപാര കരാർ രേഖകളിൽ പാക്-അധീന കശ്മീരും ചൈന കൈവശം വെച്ചിരിക്കുന്ന അക്സായ് ചിഹ്നം ഇന്ത്യയുടെ ഭാഗമായി കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു ചെറിയ കാര്യമല്ല. ഒരു രാജ്യത്തിന്റെ പരമാധികാരം അംഗീകരിക്കുന്നതിൽ ഭൂപടത്തിന് വലിയ സ്ഥാനമുണ്ട്. ഐക്യരാഷ്ട്രസഭയിൽ ഇനി പാകിസ്ഥാൻ കാശ്മീർ വിഷയവുമായി ചെന്നാൽ അവരെ നേരിടാൻ ഇന്ത്യക്കൊപ്പം ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്കയും ഉണ്ടാകുമെന്നതിന്റെ തെളിവാണിത്. മോദി ട്രംപ് സൗഹൃദം കേവലം ഒരു നയതന്ത്ര ബന്ധമല്ല, മറിച്ച് ശത്രുക്കളെ മുട്ടുകുത്തിക്കുന്ന ഒരു ഉരുക്കു കോട്ടയാണെന്ന് ഈ നീക്കം തെളിയിക്കുന്നു. കഷ്ടം തോന്നുന്നു പാകിസ്ഥാനിലെ ഭരണാധികാരികളെ കണ്ടിട്ട്. ട്രംപ് അധികാരത്തിൽ വന്നാൽ തങ്ങൾ രക്ഷപ്പെടുമെന്നും ഇന്ത്യയെ പൂട്ടാമെന്നും കരുതി ഷഹബാസ് ഷെരീഫും സൈനിക മേധാവി അസീം മുനീറും ആവുന്നത്ര ശ്രമിച്ചു. ട്രംപിനെ പുകഴ്ത്തിയും അമേരിക്കയുടെ ഗുഡ് ബുക്കിൽ വരാനായി വിക്രിയകൾ കാട്ടിയും അവർ സമയം കളഞ്ഞു. എന്നാൽ ഡൊണാൾഡ് ട്രംപ് എന്ന ബിസിനസ്സുകാരന് കൃത്യമായ ബോധമുണ്ട്. ലോകത്തിന്റെ സാമ്പത്തിക ഭാവി ഇന്ത്യയിലാണെന്ന് എല്ലാവർക്കും അറിയാം. കടക്കെണിയിൽ മുങ്ങിയ തീവ്രവാദം കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അത് ലോകത്തിന് തന്നെ ഒരു ബാധ്യതയാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. പാകിസ്ഥാൻ നേതാക്കൾ ട്രംപിനെ താങ്ങി നടന്നപ്പോൾ ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകി ട്രംപ് പാകിസ്ഥാന്റെ അഹങ്കാരത്തിന് മുകളിൽ ആണിയടിച്ചു. സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് ഗോതമ്പ് നൽകാൻ വകയില്ലാത്തവർ ഇന്ത്യയുടെ മണ്ണ് മോഹിച്ചു നടക്കുമ്പോൾ ലോകം അവരെ നോക്കി പരിഹസിക്കുകയാണ്. പാകിസ്ഥാനേക്കാൾ കൂടുതൽ ഈ മാറ്റം ഭയപ്പെടുന്നത് ചൈനയാണ്. ലഡാക്കിലും അരുണാചലിലും അതിക്രമിച്ചു കയറാൻ നോക്കുന്ന ഈ ഒരു ചൈനയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ മുന്നറിയിപ്പാണിത്. നിങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന അക്സായ് ചിഹ്നം ഇന്ത്യയുടെ മണ്ണാണെന്ന് അമേരിക്കൻ ഭരണകൂടം ഔദ്യോഗികമായി പറയുമ്പോൾ ബീജിംഗിന്റെ വിപുലീകരണ മോഹങ്ങൾക്കാണ് അവിടെ തിരിച്ചടിയേൽക്കുന്നത്. വ്യാപാര യുദ്ധത്തിൽ ചൈനയെ വിരിഞ്ഞു മുറുക്കുന്ന ട്രംപ് ഇന്ത്യയെ ഏഷ്യയിലെ ഏക കരുത്തനായി മാറ്റാനുള്ള എല്ലാ പിന്തുണയും നൽകുന്നു എന്നതാണ് സത്യം. ഈ ഭൂപടം വെറുതെ വന്നതല്ല, ഇതിന് പിന്നിൽ ഇന്ത്യയുടെ കണിശമായ നിലപാടുണ്ട്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു പുതിയ വ്യാപാര കരാറിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ നികുതി 50% നിന്നും 18% കുറച്ചു. IT, ടെക്സ്റ്റൈൽ, കൃഷി മേഖലകളിൽ ഇന്ത്യക്ക് വലിയ കുതിച്ചുചാട്ടം നൽകും. എന്തായാലും നിങ്ങൾക്ക് ഇന്ത്യയുടെ വിപണി വേണമെങ്കിൽ ഞങ്ങളുടെ പരമാധികാരത്തെ മാനിക്കണമെന്ന മോദി സർക്കാരിന്റെ ഉറച്ച നിലപാടാണ് അമേരിക്കയെ കൊണ്ട് ഈ ഭൂപടം അംഗീകരിപ്പിച്ചത്. നയതന്ത്രത്തിന്റെ ഈ പുതിയ ഭാഷ ലോകം കണ്ടു പഠിക്കേണ്ടതാണ്. ഇന്ന് പാക്-അധീന കശ്മീരിലെ ജനങ്ങൾ തെരുവിലാണ്. അവർക്ക് വേണ്ടത് പാകിസ്ഥാന്റെ പൊള്ളയായ വാഗ്ദാനങ്ങളല്ല, മറിച്ച് ഇന്ത്യയുടെ ജമ്മു കശ്മീരിൽ നടക്കുന്ന വികസനമാണ്. അവിടെ ടൂറിസവും റോഡുകളും വിദ്യാലയങ്ങളും വളരുമ്പോൾ POKയിൽ ജനങ്ങൾ വിശപ്പടക്കാനായി പാടുപെടുന്നു.